ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുന്നതിൽ പുതിയ നിബന്ധനയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന് $1200 കോടി വിട്ടു നൽകാമെന്നും എന്നാൽ ഇത് ഉപയോഗിച്ചാൽ യുഎസിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ വാങ്ങണം എന്നാണ് ട്രംപിന്റെ നിലപാട്. യുഎസിലെ കർഷകർക്ക് ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഇറാനിലെ ജനങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്താം എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇതോടെ 5 പതിറ്റാണ്ടിനു ശേഷം യുഎസ്-ഇറാൻ വ്യാപാരം സാധ്യമാകും. എന്നാൽ യുഎസ് നിർദ്ദേശം ഇറാൻ അംഗീകരിച്ചിട്ടില്ല. ഇറാനിലെ ജനങ്ങളുടെ കാര്യം യുഎസ് തീരുമാനിക്കേണ്ട എന്നാണ് മറുപടി. ഹോർമൂസിൽ കഴിഞ്ഞ ദിവസം ചരക്കു കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. അതേസമയം ഇറാൻ യുഎസ് യുദ്ധത്തിന് താൽക്കാലികമായി ശമനമുണ്ടായി എങ്കിലും വിപണിക്ക് ഭീഷണിയായി വീണ്ടും ടെക് ഓഹരികളിലെ വിൽപ്പന. കഴിഞ്ഞ ദിവസം യുഎസ് ഓഹരി വിപണിയിലെ ടെക് ഓഹരി വിപണി വലിയ ഇടിവുണ്ടായി. ഇന്ന് ഏഷ്യൻ വിപണികളും കനത്ത നഷ്ടത്തിലാണ് പോകുന്നത്. മുഹറം പ്രമാണിച്ച് ഇന്ന് ഇന്ത്യൻ വിപണികൾക്ക് അവധിയാണ്. ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ ദിവസം ഉയർന്നുവെങ്കിലും പിന്നീട് അത് താഴ്ന്ന നിലയിലെത്തി. സ്വർണ്ണവില ഔൺസിന് $4000 റേഞ്ചിൽ തുടരുകയാണ്. സെമി കണ്ടക്ടർ കമ്പനിയായ മൈക്രോൺ അടുത്ത പാദത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും യുഎസ് വിപണി സമ്മിശ്രമായാണ് പ്രതികരിച്ചത്.